ഹലോ മൈ ഗൈസ്, ഇന്ന് നമ്മൾ പോകുന്നത് പ്രത്യേകമായ സ്ഥലത്തേക്കാണ് പോകുന്നത്. ഇതാണ് ഗൈസ്, ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. നല്ല അടിപൊളി കാണിച്ചത് ഗൈസ്. ഇതാണ് ഞാൻ പറഞ്ഞ സാർ, ഇതാണ് തേക്ക്. ഈ തേക്ക് ഞാൻ എൻ്റെ 5ാം ക്ലാസ്സിൽ മാനവർ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് 5ാം ക്ലാസ്സിൽ പരിസ്ഥിതി ദിനത്തിന് അന്ന് എനിക്ക് കിട്ടിയതാണ്. ഞാൻ അന്ന് കൊണ്ടുപോയി നട്ടതാണ്. അന്ന് കൊണ്ടുപോയി നട്ട് ഒരു 1, 2, 3 കൊല്ലം ഞാൻ കണ്ടപ്പോൾ ഇത്ര വലിപ്പം വെച്ചിരുന്നു. പിന്നെ ഞാൻ ഇതിൻ്റെ യാതൊരു അഡ്രസ്സും ഞാൻ കണ്ടിട്ടില്ല. മാഷാ അല്ലാ, നല്ല അടിപൊളി വലുപ്പത്തിൽ തേക്കും തൈക്കിന് ഇവിടെ വലുതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ള മക്കളെ, നിങ്ങളോട് പറയാനുള്ള ഈ ഇങ്ങനത്തെ തൈകളും കാര്യങ്ങളൊക്കെ എന്താക്കുക, കുഴിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര ഭാവിയിലേക്ക് മക്കൾക്ക് എന്താക്കൂ, ഉപകാരത്തിൽപ്പെടും. അപ്പോൾ അങ്ങനെ ഇൽച്ചാടി നിന്നിട്ട് കാര്യമില്ല, കാര്യങ്ങളൊക്കെ പെട്ടെന്ന് എന്താക്കണോ, നടത്തണം. അതിൽ ഒരു അടിപൊളി തേക്ക് അത്ര വലുപ്പം. മാഷാ അല്ലാ, ഇതാണ് സാധനം. ഈ ചക്ക ഫോൺ പിടിക്കി. ഈ ചക്ക എന്ന് വെച്ചാൽ മാഷാ അല്ലാ നല്ല ഒറിജിനൽ നാടൻ ചക്കയാണ്. അപ്പോൾ ഇതൊക്കെ കൂട്ടിയിട്ട് വെള്ളിയാഴ്ച ആണ് ഈ ചൊന്ന് കൊഴിഞ്ഞിട്ട് നല്ല പീങ്ങ, നല്ല ബീഫ് കറി വെക്കുക, നല്ല കുട്ടപ്പനാക്കി തിന്നാൻ കിടന്നുറങ്ങുക. അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നട്ടിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ നല്ല അടി അടിക്കുക. ഒന്ന് റൗണ്ടായി കാണിച്ചു കൊടുക്കുക. ഇങ്ങനത്തെ കുറേ സ്ഥലങ്ങൾ വാഴ നടുക, പിന്നെ തേങ്ങ വറുക്കുക, ചാണപ്പൊടി ഇടുക, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇങ്ങനത്തെ തൈകളൊക്കെ എന്താ വെച്ചാൽ നട്ട് വലുതാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാവിയിലേക്ക് അടിക്കാൻ പറ്റും. അപ്പം അങ്ങനെ എന്തെങ്കിലും പരിപാടികൾ ചെയ്ത് വെക്കുക. എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളതാണ്. അപ്പം അങ്ങനത്തെ ആക്ടിവിറ്റികളൊക്കെ ചെയ്ത് വെക്കുന്ന കാര്യമല്ല. അപ്പോൾ അതൊക്കെ ഈ തൈയൊക്കെ ജസ്റ്റ് 5 കൊല്ലോ 6 കൊല്ലോ 7 കൊല്ലം അങ്ങനെ ആയിട്ട് ഉണ്ടാവും. ചക്ക വന്ന് അപ്പോൾ നമ്മക്ക് തന്നെ, നമ്മളെ തലമുറ തന്നെ നമ്മൾ തന്നെ നട്ടുണ്ടാക്കുകയാണെങ്കിൽ നമ്മക്ക് തന്നെ കഴിക്കാൻ പറ്റും. ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ്. അപ്പോൾ ഇന്നത്തെ പരിപാടി, കണ്ടത്തിലെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നാളെ നോക്കാം. ഓക്കെ.